everyone, welcome to Kids Area Online. Kids Area Online ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്ന് നൽകുന്ന ക്ലാസ് മലയാളമാണ്. ഇന്റഗ്രേഷനിൽ വരുന്നതാണ് മലയാളം. കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ. ഇന്ന് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിന്റെ എപ്പിസോഡ് 4 ആണ്. 3 എപ്പിസോഡ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ ദിവസവും ഓരോ ക്ലാസ് വരുന്നുണ്ട്. മുടങ്ങാതെ കാണുക. എക്സാമിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക? റെഡി ആവുക. എല്ലാ കുട്ടികളും റെഡിയാണോ? യെസ്, റെഡിയാണ്. ക്ലാസ് 1ന്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈനിൽ നൽകുന്നുണ്ട് കേട്ടോ. സ്പെഷ്യൽ ക്ലാസ്സസ് ആണ്, എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഓഗസ്റ്റ് 11 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 11 മുതൽ എക്സാം കഴിയുന്നത് വരെ ഈ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ട്യൂഷന് ജോയിൻ ചെയ്യുന്നവർക്ക് ട്യൂഷന് ജോയിൻ ചെയ്യാം. ട്യൂഷൻ പഴയതുപോലെ എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. ഇത് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് മാത്രമാണ്. ഓഗസ്റ്റ് 11 മുതൽ എക്സാം കഴിയുന്നത് വരെയാണ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാവുക. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവർത്തനം 4. പ്രവർത്തനം 4 എന്താണെന്ന് അറിയാവോ? വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേരെഴുതുക. വീട്ടിൽ വളർത്തുന്ന ജീവികൾ, വളർത്തുമൃഗങ്ങളുടെ പേരെഴുതുക. ദാ ഇവിടെ ഒരു ചിത്രമുണ്ട്. ചിത്രം കണ്ടായിരുന്നോ? ഇതുപോലൊരു ചിത്രം നിങ്ങൾക്കും തരും. ഇതിൽ ചിത്രത്തിലുള്ളവ ഏതൊക്കെയാണ്? അത് വട്ടം വരയ്ക്കുക എന്ന് ചോദിക്കാം. ചിത്രത്തിലുള്ള വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേരെഴുതുക എന്ന് ചോദിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വേറെയും ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം ഈ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്, ഈ ഒന്നാമത്തെ ആൾ ആരാ? ഇതാരാണ്? പശു. ആരാ? പശു. അപ്പൊ എല്ലാവരും പശു എന്ന് എഴുതിയേ. എങ്ങനെയാ പശു എന്ന് എഴുതുക? നിങ്ങൾ കൂടെ എഴുതുക കേട്ടോ. വേഗത്തിൽ ബുക്ക് എടുത്തേ. ടീച്ചർ എഴുതുന്നതിന് മുന്നേ നിങ്ങൾ എഴുതി തീർക്കണേ. തെറ്റാതെ എഴുതണേ. പശു എന്ന് എങ്ങനെ എഴുതുക? പാ എഴുതുക. ഷു അതെങ്ങനെയാ? ഷാക്ക് ഊ ചിഹ്നം കൊടുക്കുക. അപ്പോൾ എന്തായി? പശു. എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയോ? ഓക്കെ. ഈ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയേ. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ ആരാ ഉള്ളേ? ഇതാരാ? വീടുകളിൽ കണ്ടിട്ടില്ലേ? ഇതാരാ? വീട്ടിൽ വളർത്തുന്ന ഒരു ജീവിയാണ്. പൂച്ച. ശരി ഉത്തരം. രണ്ടാമത്തേതാരാ? പൂച്ച. പൂച്ച എങ്ങനെ എഴുതുക? പൂ എഴുതുക. വേഗത്തിൽ എല്ലാവരും എഴുതിക്കോളൂ. തെറ്റാതെ എഴുതണേ. പൂ എന്നിട്ട് എന്താ? ച. ച. ഈ ചായാണ്. നിങ്ങൾക്ക് ശരിയാണോ? ഇതുപോലെ ശരിയായിട്ട് നിങ്ങൾ എഴുതിയോ? യെസ്, വെരി ഗുഡ്. ഇനി മൂന്നാമത്തെ ആൾ ആരാണെന്ന് നോക്കാം. ഇതാണ് മൂന്നാമത്തെ ആൾ. ഈ മൂന്നാമത്തെ ആളുടെ പേരൊന്ന് വേഗത്തിൽ എഴുതിയേ. ഈ മൂന്നാമത്തെ ആൾ ആരാ? ഇതാരാണ്? യെസ്, വെരി ഗുഡ്. കോഴി. ആരാണ്? കോഴി. എല്ലാവരും എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞ ശേഷം ടീച്ചർ എഴുതിയതായിട്ട് നോക്കുക. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കുക. കോഴി. കോ. ഇതാണ് കോ. ഇപ്പൊ എന്തായി? കോ. ഇനി ജി എഴുതുക. ജി. ജി. കോഴി. കോഴി. ഓക്കെ. ഇനി അടുത്ത ആള് ദാ ഇവിടെ ഇരിപ്പുണ്ട്. നാലാമത്തെ ആള്. ഇതാരാണ്? ഇതാരുടെ ചിത്രമാണ്? ഇതാരുടെ ചിത്രമാണ്? പൂച്ചയാണോ? നോ. പിന്നെ ആരാ? ഇതാ ഇവിടെ ഒരു നീളൻ ചെവിയനാണിത്. ഇതൊരു നീളൻ ചെവിയനാണ്. ഈ നീളൻ ചെവിയന്റെ പേരെന്താ? എന്താണ് ഈ നീളൻ ചെവിയന്റെ പേര്? ഇതാരാ? ആ, മുയൽ. വെരി ഗുഡ്. അപ്പൊ മുയൽ എഴുതിക്കോളൂ. മുയൽ എഴുതിക്കോളൂ. മുയൽ. നാലാമത്തെ ആളാരാണ്? മുയൽ. മു എഴുതുക. യാ എഴുതുക. എഴുതുക. അപ്പോൾ ആരായി? മുയൽ. മുയൽ. ഓക്കെ, ശരിയാണോ? തെറ്റാതെ എഴുതിയോ? അഞ്ചാമത്തേത് ഇതാരാ? ഈ അഞ്ചാമത്തെ ആളാരാ? ആളെ പിടികിട്ടിയെങ്കിൽ വേഗത്തിൽ എഴുതിക്കോളൂ. ഈ അഞ്ചാമത്തെ ആളുടെ പേര് നിങ്ങൾക്ക് പിടികിട്ടിയെങ്കിൽ, എഴുതാൻ അറിയാമെങ്കിൽ വേഗത്തിൽ എഴുതിക്കോളൂ. ഇതാരാ? യെസ്, വെരി ഗുഡ്. നായ. ആരാണ്? നായ. നായ എങ്ങനെ എഴുതുക? നാ എഴുതുക. യാ എഴുതുക. നായ. നായ.
നായ. അടുത്ത ആറാമത്തേത്. ആറാമത്തെ ആൾ ഇവിടെ ഉണ്ട്. ഈ ഒന്നാമത്തെ ആള് പശുവാണ്. ഈ ആറാമത്തെ ആൾ ആരാ? എരുമ. ആരാണ്? എരുമ. 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 ഇനി ഏഴാമത്തെ ആൾ ഇതാ പറക്കുകയാണ്. വീട്ടിൽ വളർത്തും. കണ്ടിട്ടുണ്ടോ? ഇതാരാണ്? ഈ വീട്ടിൽ വളർത്തുന്ന ഈ ജീവിയുടെ പേരെന്താ? ചുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആരാ? തത്ത. ആരാണ്? തത്ത. താ എഴുതുക, ത എഴുതുക. അപ്പോൾ എന്തായി? തത്ത. അപ്പൊ 7 ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ 7 ചിത്രങ്ങളുടെ പേര് നിങ്ങൾ എഴുതി. ആരൊക്കെയാണ്? വായിച്ചു നോക്കിയേ. നിങ്ങൾ എഴുതിയ പേരുകൾ വായിച്ചു നോക്കിയേ. പശു, പൂച്ച, കോഴി, മുയൽ, നായ, എരുമ, തത്ത. ഇനി ഇതിൽ നിന്നും വേറൊരു ചോദ്യമുണ്ട്. ഈ കൂട്ടത്തിൽ പെടാതെ വീട്ടിൽ വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാ? ഈ കൂട്ടത്തിൽ പെടാതെ നിങ്ങൾക്കറിയാവുന്ന 2 ജീവികളുടെ പേരെഴുതിയേ. ഈ കൂട്ടത്തിൽ ഇല്ലാത്ത നിങ്ങൾക്കറിയാവുന്ന വീട്ടിൽ വളർത്തുന്ന 2 ജീവികളുടെ പേരെഴുതുക എന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതാം? ഇവിടെ പാൽ തരുന്നത് പശു മാത്രമാണോ? നോ. വേറെ ആരും കൂടിയുണ്ട്. ആട്. യെസ്, ആട്. ആട്. ഇത് ആ, രണ്ടാമത്തെ ഡ്. അപ്പൊ എന്തായി? ആട്. ആട്. ഇനി ഒരാളുടെ പേര് കൂടി എഴുതണം. മുട്ട തരുന്നത് കോഴി മാത്രമാണോ? വേറെ ആരാ? താറാവ്. ആരാണ്? താറാവ്. എങ്ങനെ എഴുതാം? താറാവ്. താറാവ്. ഇതിൽ നിന്ന് വരുന്ന മറ്റു ചോദ്യമാണ്, പാൽ തരുന്ന ജീവികൾ ആരൊക്കെ? പാൽ തരുന്നത് ആരാണ്? പാൽ തരുന്ന ജീവികളുടെ പേര് പറഞ്ഞേ. ഇതിൽ നിന്നും പാൽ തരുന്ന ജീവികൾ ആരൊക്കെയാ? പശു, ആട്. പശു, ആട്. മുട്ട തരുന്ന ജീവികൾ ഏതൊക്കെയാ? മുട്ട തരുന്ന ജീവികൾ കോഴി, താറാവ്. കോഴി, താറാവ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ? ശരിയായിട്ട് മനസ്സിലായോ? എളുപ്പമല്ലേ? തെറ്റാതെ എല്ലാവരും എഴുതത്തില്ലേ? നിങ്ങൾ ഇത്രയും പേരുകൾ എന്ത് ചെയ്യുക? കാണാതെ എഴുതി നോക്കുക. അപ്പൊ അക്ഷരത്തെറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും. അക്ഷരത്തെറ്റ് വരാതെ വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേര് നിങ്ങൾ ബുക്കിൽ എഴുതി നിങ്ങളുടെ പാരന്റിനെ കാണിക്കുക. എല്ലാം ഫുൾ മാർക്സ് മേടിക്കുക. അക്ഷരത്തെറ്റൊന്നും വരരുത്. ഓക്കെ, ചെയ്തില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ. താങ്ക് യു. ക്ലാസ് 1ന്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈനിൽ നൽകുന്നുണ്ട് കേട്ടോ. സ്പെഷ്യൽ ക്ലാസ്സസ് ആണ്. എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഓഗസ്റ്റ് 11 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 11 മുതൽ എക്സാം കഴിയുന്നത് വരെ ഈ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ട്യൂഷന് ജോയിൻ ചെയ്യുന്നവർക്ക് ട്യൂഷന് ജോയിൻ ചെയ്യാം. ട്യൂഷൻ പഴയതുപോലെ എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. ഇത് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് മാത്രമാണ്. ഓഗസ്റ്റ് 11 മുതൽ എക്സാം കഴിയുന്നത് വരെയാണ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാവുക. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്.